നമസ്കാരം, വെൽക്കം ടു റിനി സ്പെഷ്യൽ. ഇന്ന് ഞാനൊരു യാത്ര പോവുകയാണ് എറണാകുളത്തേക്ക്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. മൺട്രോത്തുരുത്തും പെരുമൺ പാലവും ഒക്കെ കടന്ന് സന്ധ്യയോടുകൂടി ഞങ്ങൾ യാത്ര തുടർന്നു. പെട്ടെന്നുണ്ടായ ഒരു യാത്രയാണ് ഇത്. നേരത്തെ പ്ലാൻ ചെയ്തിരുന്നൊന്നുമല്ല. എൻ്റെ മോൾക്ക് ഒരു എക്സാം വന്നത് കാരണം ഞങ്ങൾക്ക് എറണാകുളത്തേക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നതാണ്. ട്രെയിൻ റിസർവേഷൻ ചെയ്തിരുന്ന യാത്രയൊക്കെ വളരെ സുഖകരമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം 8:30 മണിയോടുകൂടി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. അന്ന് ഞങ്ങൾ അവിടെ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഒരു ഊബറിൽ യാത്ര തുടർന്നു. ചെറിയ ചാറ്റൽ മഴയോട് കൂടിയ ഒരു പ്രഭാതമായിരുന്നു. മോളെ എക്സാം സെന്ററിലാക്കിയിട്ട് ഞാൻ നേരെ പോയത് ആലുവ ശിവക്ഷേത്രത്തിലേക്കാണ്. അവിടെ ബലിയിടുന്ന ആളുകളെയും പെരിയാറിന്റെ തീരത്ത് ഞാൻ കുറച്ചു നേരം അവിടെ ചെലവഴിച്ചു. അത് കഴിഞ്ഞ് അമ്പലത്തിൽ തൊഴുതു. ആലുവ മണപ്പുറം എന്ന് കേട്ടിട്ടേ ഉള്ളായിരുന്നു. അങ്ങനെ ആലുവ മണപ്പുറം ഏതാണെന്ന് ഞാൻ അന്വേഷിച്ചു പോയി. പുല്ല് മൂടി കിടക്കുന്നതാണ് ആലുവ മണപ്പുറം എന്ന് അവിടെ ഒരാൾ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് തിരിച്ച് ഞങ്ങൾ ആലുവ മെട്രോ സ്റ്റേഷനിലെത്തി. എൻ്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു മെട്രോയിൽ യാത്ര ചെയ്യണമെന്നുള്ളത്. അന്ന് ആ ആഗ്രഹം സഫലമായി. ഞങ്ങൾ മെട്രോയിൽ യാത്ര തുടർന്നു. വളരെ കംഫർട്ടബിളായിട്ടാണ് എനിക്ക് മെട്രോയിലെ യാത്ര തോന്നിയത്. അവിടുന്ന് ഞങ്ങൾ ഇടപ്പള്ളിയിൽ ഇറങ്ങി നേരെ ലുലുവിലേക്കാണ് പോയത്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറി നമ്മൾ എന്ത് സാധനം വാങ്ങിക്കാൻ നോക്കിയാലും ഒത്തിരി വെറൈറ്റികൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവിടെയെല്ലാം ഞങ്ങൾ കറങ്ങി. ഉച്ചക്കത്തെ ലഞ്ചൊക്കെ അവിടെ നിന്ന് കഴിച്ച് വീണ്ടും ഞങ്ങൾ ലുലുവിൽ നിന്ന് യാത്ര തിരിച്ചു. ഞങ്ങൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കൊല്ലത്തേക്ക് ട്രെയിൻ കയറി രാത്രിയോടുകൂടി തിരിച്ചെത്തി.